നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ്. ചീവട അല്ലെങ്കിൽ മിക്സ്ചർ. ഇത് അവില് കൊണ്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഓട്സ് വെച്ചിട്ടും ഇതേപോലെ തന്നെ മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം. ഒരു 5-10 മിനിറ്റിൽ മിക്സ്ചർ തയ്യാറാക്കിയെടുക്കാം. ഇത് നമുക്ക് കുറച്ച് നാൾ കേടാവാതെ സൂക്ഷിച്ചെടുത്ത് വയ്ക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അവില് മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചുവട് കെട്ടിയുള്ള പാത്രം വയ്ക്കുക. അപ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിലാണ് ചേർക്കണേ. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. റിഫൈൻഡ് ഓയിലോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ നെയ്യിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തു, വെളിച്ചെണ്ണ. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ വേണം നമുക്ക് ഇതിലേക്ക് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ്. അപ്പം ഞാനിവിടെ 1 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. അപ്പോൾ കപ്പലണ്ടി കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് കപ്പലണ്ടിയാണ് എടുക്കണത്, വറക്കാത്ത പച്ചക്കപ്പലണ്ടി. ചേർത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കാം. ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് മാറി വരും കപ്പലണ്ടിയുടെ. വേണമെങ്കിൽ നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കാം. മുഖത്തേക്കൊന്നും പൊട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതൊരുവിധം ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് കരിയാൻ നിൽക്കണ്ട, കാരണം ഇനി നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരുവിധം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഉപയോഗിക്കുന്നത് പിങ്ക് ഹിമാലയൻ സോൾട്ടാണ്. നമുക്കിപ്പോൾ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. സാധാരണ അയഡിൻ ചേർത്തിട്ടുള്ള ഉപ്പ് ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ ഇതുപോലെ പിങ്ക് ഹിമാലയൻ സോൾട്ടിന് അധികം ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഇല്ല. ഞാൻ കുറച്ച് കാലമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് എല്ലാ കറികൾക്കും എല്ലാത്തിനും. ഇന്ദുപ്പ് എന്ന് മലയാളത്തിൽ പറയും. അതുതന്നെയാണ് ഈ പിങ്ക് ഹിമാലയൻ സോൾട്ട് അല്ലെങ്കിൽ റോക്ക് സോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കടയിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇന്ദുപ്പ് നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ കിട്ടും. അത് വലിയ കല്ലുകൾ മാതിരിയായിരിക്കും കിട്ടുക. അത് ജസ്റ്റ് ഒന്ന് ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്നില്ലേ, അതുകൊണ്ടൊന്ന് ചതച്ച് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ച് എടുത്തു വെച്ചാലും മതി. നാളികേരക്കൊത്താണ്. അപ്പോൾ നിങ്ങൾക്ക് കൊപ്ര ഉണ്ടെങ്കിൽ കൊപ്രയുടെ കൊത്തായാലും മതി. ഇതിപ്പോൾ ശരിക്കുള്ള നാളികേരത്തിൻ്റെ കൊത്ത് തന്നെയാണ് ഞാൻ ചേർക്കണേ. അപ്പോൾ ഇത് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഈ നാളികേരം നമുക്ക് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വരണം. കാരണം ഈ നാളികേരത്തിൻ്റെ ഈർപ്പൊക്കെ പോയിട്ട് വരണം. നമ്മളിതിപ്പോൾ കുറച്ച് ദിവസം കേടാവാതെ ഇരിക്കണമെങ്കിൽ നാളികേരത്തിൻ്റെ ഈർപ്പം പോയി വരണം. എന്നാൽ മാത്രമേ കേടാവാതെ ഇരിക്കുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട്. ഞാനിത് കൊപ്രയല്ല ചേർത്തത്, നാളികേരമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും നമുക്കിതൊന്ന് ബ്രൗൺ കളറായിട്ട് വരാനായിട്ട്. കൊപ്രയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കാഷ്നട്ട് ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് കാഷ്നട്ട് എടുത്ത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബദാമും ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ബദാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് ചെറുതായിട്ട്. അങ്ങനെ ചെറുതാക്കിയിട്ടില്ല, സ്ലൈറ്റായിട്ടൊന്ന് ഒരെണ്ണം ഒരു പകുതിയാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തെടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അവിലിൻ്റെ ഇടയിൽ ഇതൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നത്. ഉണക്കമുന്തിരിയാണ്, 1 ടീസ്പൂൺ ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് സൈഡിലേക്ക് ഒതുക്കിയിട്ട് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം ചേർക്കാനായിട്ട്. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മളിനി അവിൽ കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി എന്തായാലും എരിവ് വേണ്ടി വരും. ഇനി ഉപ്പ് നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ ഇട്ടിരുന്നു. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ കരിയാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ചുവന്ന മുളക് ഒരു 3-4 എടുത്ത് ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 എടുത്തു. ചെറുതായിട്ട് കൈ കൊണ്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കരിയരുത്, നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലൊക്കെ കിടക്കണ കാണാൻ നല്ല ഭംഗിയാണല്ലോ, അപ്പോൾ അത് കാരണം കുറച്ചധികം ഞാൻ ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും മുളകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അവിലാണ്. അപ്പോൾ ഞാൻ റെഡ് അവിലാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന അവിൽ, ചുവന്ന അവിൽ, അതാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നല്ല ക്രിസ്പിയാണ്, അതുകൊണ്ട് ഞാൻ വേറെ ഫ്രൈ ചെയ്തെടുത്തില്ല. നിങ്ങൾക്കിപ്പോൾ ഇത് അത്ര ക്രിസ്പി അല്ലാന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ചേർത്ത് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർക്കാനായിട്ട്. അവിൽ ഒന്നുകൂടി ഒന്ന് ക്രിസ്പി ആയി വരണം. 3 കപ്പ് അവിലാണ് ഞാൻ ടോട്ടലി ഇതിൽ ചേർത്തത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നമ്മൾ ചേർത്തതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ അവിൽ വെച്ചിട്ടുള്ള മിക്സർ റെഡിയായി. ഇതുപോലെ തന്നെ നമുക്ക് ഓട്സ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഓട്സ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഓട്സ് ലൈറ്റായിട്ടൊന്ന് വറുത്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഇതുപോലെ ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അവിലിന് പകരം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രഞ്ചിയാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതിപ്പോൾ നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് ഭയങ്കര കോമൺ ആണ്. അപ്പോൾ അതിലൊക്കെ ആഡഡ് പ്രിസർവേറ്റീവ്സും ഫ്ലേവേഴ്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാകുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വയ്ക്കാം. ഇതൊരു 1-2 ആഴ്ച കേടാവാതെ ഇരുന്നോളും. അപ്പോൾ നമ്മൾ നാളികേരം ചേർക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. നാളികേരമാണ് കേടാവാനുള്ളൊരു ചാൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരം ഒഴിവാക്കാം, അല്ലെങ്കിൽ നാളികേരം നന്നായിട്ട് വറുത്തതിന് ശേഷം ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, കണ്ടില്ലേ നല്ല ക്രിസ്പിയാണ്. എടുത്ത് കാണിച്ചു തരാം, കണ്ടില്ലേ നല്ല ക്രിസ്പിയാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട്, പറ്റുകയാണെങ്കിൽ ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കേടാവാതെ ഇരുന്നോളും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക് യു.